ഇതുപോലെ നിങ്ങൾക്കും അടിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ എനിമീസിനെയും ഹെഡ്ഷോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള സെൻസിറ്റിവിറ്റിയാണ്. എല്ലാ പ്ലേയേഴ്സിൻ്റെയും സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരുപോലെ ആവണമെന്നില്ല. അത് അവർ യൂസ് ചെയ്യുന്ന ഡിവൈസും പിന്നെ ആ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസും അനുസരിച്ചിട്ടായിരിക്കും എല്ലാവരുടെയും സെൻസിറ്റിവിറ്റി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ആദ്യം തന്നെ എന്താണ് സെൻസിറ്റിവിറ്റി എന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ഡിവൈസിനനുസരിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഒരു ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, കാരണം ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഓക്കെ, ഈ ഒരു ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനലിൽ കൂടി ഈ ഒരു ഫ്രീ ഫയറുമായി ബന്ധപ്പെട്ട ടിപ്സ് ആൻഡ് ട്രിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഓരോരോ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് സെൻസിറ്റിവിറ്റി എന്താണെന്നാണ്. അപ്പോൾ പലർക്കും സെൻസിറ്റിവിറ്റി എന്താണെന്ന് അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻസിറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ, നമ്മൾ സെൻസിറ്റിവിറ്റിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സെൻസിറ്റിവിറ്റി കാണുന്നതാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു ജനറൽ സെൻസിറ്റിവിറ്റിനെ പറ്റിയാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഈ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി വെച്ച് നമുക്ക് മൂവ്മെൻറ്റ് ഇടാനായാലും, അതായത് ഹെഡ് ഷോട്ട് അടിക്കാനായാലും, പിന്നെ എനിമീസിനെ സ്വിച്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അടിക്കാനായാലും പ്രധാനമായിട്ടും വേണ്ട ഈ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ ബാക്കി വരുന്ന സെൻസിറ്റിവിറ്റി ആവശ്യമില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള സെൻസിറ്റിവിറ്റിയും ആവശ്യമാണ്, പക്ഷേ അത് പറയുമ്പോൾ നമ്മുടെ സ്കോപ്പിൻ്റെ സെൻസിറ്റിവിറ്റിയാണ്. നമുക്ക് സ്കോപ്പ് ഇടുമ്പോൾ മാത്രം വേണ്ട സെൻസിറ്റിവിറ്റിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി നമ്മൾ പൂജയാക്കിയിട്ട് നമ്മൾ തമ്പ് വെച്ചൊന്ന് സ്ക്രീൻ അനക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രീൻ പറയുമ്പോൾ ചെറുതായിട്ടായിരിക്കും ഒരു ലെഫ്റ്റിലേക്കും റൈറ്റിലോട്ടും പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റൺ ചെയ്തിട്ട് മൂവ്മെൻറ്റ് ഇടുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ എനിമീസിനെ അടിക്കുകയാണെങ്കിൽ ഒരു ഹെഡ് കയറാനുള്ള പ്രോബബിലിറ്റിയും കുറവായിരിക്കും, നല്ല രീതിക്ക് തന്നെ കുറവായിരിക്കും. അടുത്തത് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി മാത്സ് ആക്കിയിട്ട്, അതായത് 200 ഇട്ടിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീൻ അനക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൂവ്മെൻറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം കാണിച്ച ഒരു 0 ഇട്ട് മൂവ്മെൻറ്റ് ഇട്ടപ്പോഴും അതുപോലെ തന്നെ ഈ ഒരു 200 ഇട്ട് മൂവ്മെൻറ്റ് ഇട്ടപ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു റൺ ചെയ്തിട്ട് മൂവ്മെൻറ്റ് ഇടുമ്പോഴും ആദ്യം കാണിച്ചതിനേക്കാൾ മൂവ്മെൻറ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം എന്നൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, പക്ഷേ ഈ ഒരു വീഡിയോ പറയുമ്പോൾ തികച്ചും ബിഗിനറായിട്ടുള്ളവരും ചിലപ്പോൾ കാണുന്നുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ച് ഞാൻ വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഒരു സെൻസിറ്റിവിറ്റി മാത്സിലിട്ട് കളിക്കണം എന്നല്ല, ലോയിലിട്ടും കളിച്ചുകൂടാ, അതുപോലെ തന്നെ മാത്സിലിട്ടും കളിച്ചുകൂടാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ഡിവൈസും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിവൈസിൻ്റെ പെർഫോമൻസും അനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു വേറൊരു കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, നിങ്ങളിൽ പലരും, അധികം പേരും ഒരു വേറെ യൂട്യൂബേഴ്സിൻ്റെ, അതായത് വലിയ ഹെഡ് ഷോട്ട് അടിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെയൊക്കെ സെൻസിറ്റിവിറ്റി കണ്ടിട്ട് അവരെ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് ഒരു ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കുന്നവരുണ്ടാവും. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അവരെ ഡിവൈസ് വേറെ, നിങ്ങളുടെ ഡിവൈസ് വേറെ, അതുകൊണ്ട് അവരെ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സെൻസിറ്റിവിറ്റി വെച്ചിട്ട് നിങ്ങളും ആ ഒരു സെൻസിറ്റിവിറ്റി യൂസ് ചെയ്ത് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ തികച്ചൊരു മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ള സെൻസിറ്റിവിറ്റി നമ്മുടെ ഡിവൈസിനനുസരിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വരിക. ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് വന്നതിന് ശേഷം ആദ്യം നിങ്ങൾ ഗൺസ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ലോങ് റേഞ്ച് ഗൺ എടുക്കുക, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നിങ്ങളൊരു MB40 അതായത് SMG ഗൺസ് എടുക്കുക, അതുപോലെ തന്നെ ഒരു ഡെസേർട്ട് ഈഗിളും നിങ്ങൾ എടുത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോങ് റേഞ്ച് ഗൺസിന് പകരം ഷോർട്ട് റേഞ്ച് ഗൺസ് M887 M10 അതുപോലത്തെ ഗൺസ് നിങ്ങൾക്ക് എടുത്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി ഫസ്റ്റ് തന്നെ 170 മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയിം ട്രാൻസ്ഫർ ആണ്. എന്ന് വെച്ചാൽ ഒരു എനിമിയിൽ നിന്ന് മറ്റേ എനിമിയിലേക്ക് നിങ്ങളെ എയിം പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആകുന്നുണ്ട് നിങ്ങൾ നോക്കുക. അതായത് ആ ഒരു എനിമീൻ്റെ ബോഡിക്കോ അല്ലെങ്കിൽ ഹെഡിൻ്റെ ആ ഒരു ഭാഗത്തേക്കോ ആയിട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് പക്കയായിട്ട് ലോക്ക് ആകുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എയിം ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ ഹെഡ് ഷോട്ടും അധികമായിട്ട് കയറുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ ഫയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നിങ്ങളെ എയിം വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജനറൽ സെൻസിറ്റിവിറ്റി -5 ആക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ
ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹെഡിൻ്റെ ആ ഒരു മുകളിൽ ഭാഗത്തായിട്ടാണ് നിങ്ങളെ എയിം ലോക്ക് ആകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ജനറൽ സെൻസിറ്റിവിറ്റി -5 ആക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെയും ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ പിന്നെയും -5 കൊടുക്കാം. ആ ഒരു എയിം മുകളിൽ ഭാഗത്തായിട്ടാണെങ്കിൽ മാത്രം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആകുന്ന വരെ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മൂവ്മെൻറ്റും. അപ്പോൾ നിങ്ങൾ ഈ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ജനറൽ സെൻസിറ്റിവിറ്റി നിങ്ങളുടെ മൂവ്മെൻറ്റിനും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൂവ്മെൻറ്റും അത്യാവശ്യം സെറ്റാകുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി ഞാൻ ഇത്രമാത്രമാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ഞാൻ അത്ര വിശദമായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ വ്യൂസിനൊക്കെ അനുസരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്.